ഇപ്പോൾ നമ്മളോട് ചേരുന്നത് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും അടുത്ത് ഒരു സ്വന്തം എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരിക്ക് ദുഃഖം താങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ആണ് സഹോദരി ഉള്ളത്. അമ്മിണി എന്നാണ് പേര്. നമുക്ക് സഹോദരിയുടെ വാക്കുകൾ കേൾക്കാം. എങ്ങനെയാണ് ഈ കുടുംബമായിട്ടുള്ള നിങ്ങളുടെ കുടുംബമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടി വന്നതാണ്. ആലക്കോട് മേഖലയാണ് എൻ്റെ വീട്. അവിടെ നിന്ന് കെട്ടി വന്നതാണ്. കെട്ടി വന്ന മുതൽ തന്നെ ഞങ്ങളിവിടെ ഇവരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഇന്ന് വരെ ഇവർക്കൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെയും വിളിക്കും, ഞങ്ങൾക്കൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഇവരെയും വിളിക്കും. അങ്ങനെ അത്ര ആത്മാർത്ഥമാണ്. എൻ്റെ ക്ഷീണിതവും പോലെ എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്, പറയാൻ പറ്റിയല്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം കണ്ടാൽ സ്നേഹത്തോടു വിളി അമ്മണി ചേച്ചി എന്നുള്ള വിളി താങ്ങാൻ മേലാത്തത് തന്നെയാണ്. എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ അവരൊക്കെ ആയിട്ട് ഇവർ നല്ല ബന്ധമായിരുന്നു. ഇവിടെ കറിയാച്ചേട്ടനും ചാച്ചൻ്റെ പേര് കുഞ്ഞുട്ടി എന്നാണ്. കറിയാച്ചേട്ടനും പിന്നെ ചാച്ചനും ഭയങ്കര ഉറ്റ സുഹൃത്തുക്കളാണ്. അവർ വന്ന കാലം മുതൽ ചാച്ചൻ ഇവിടെ 1960 വന്നതാണ്. ആ കാലം മുതലുള്ള ആ സുഹൃത്ത് ബന്ധം മക്കളും കെട്ടിവന്ന മക്കളുമായിട്ട് ഇന്നും തരണം ചെയ്തു പോവുകയാണ്. അതിൽ ഞങ്ങൾക്ക് ഒത്തിരി ദുഃഖമുണ്ട്. ഷിൻസച്ചൻ പോയതിൽ ഒത്തിരി ദുഃഖമുണ്ട്. ആര് പോയാലും ദുഃഖമുണ്ട്. എന്നാലും ഷിൻസച്ചൻ ചെറുപ്രായത്തിൽ പോയതല്ലേ, അതൊരു വേർപാട് തന്നെയാണ്. എനിക്ക് പിന്നെ ഒന്നും വാക്കുകൾ പറയാനില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും നടത്താനും ഞങ്ങളുടെ വീട്ടിൽ വരുകയും കാണുമ്പോഴൊക്കെ അമ്മണി ചേച്ചി എന്നുള്ള ഒരു വിളിയാണ് അച്ഛൻ്റേത്. ഞാൻ ഷിൻസച്ചാന്ന് പറഞ്ഞു. എൻ്റെ കൈ മേലാതെ വന്നപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ വണ്ടി കൊണ്ട് ഞാൻ കൈ മേലാതിരിക്കുകയായിരുന്നേ. ഞാൻ ചോദിച്ചു, അച്ഛൻ എവിടെ നിന്നാണ് പോയത്? അന്നേരം പറഞ്ഞു, ഞാൻ അമലയിലാണ് പോയി. അമ്മണി ചേച്ചി അവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് കണ്ടേച്ച് പോയതാണ്. അത് പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അച്ഛനെ. പിന്നെ ഇന്നലെ കേട്ടപ്പം എനിക്ക് അഗാധമായ ദുഃഖമായിരുന്നു. എൻ്റെ മകനെ നല്ലൊരു മകനാണല്ലോ പോയെന്ന് പറഞ്ഞു. ഇന്നിപ്പോഴും ഞാൻ ലിൻഡോയോടും പറഞ്ഞു, എൻ്റെ മകനെ താങ്ങാൻ മേലാത്ത ഒരു ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് വന്നത്. അതിലൊക്കെ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം മകനെ പോലെയാണ് ഷിൻസച്ചൻ.